ഓം ശാന്തി. ഞാൻ എൻ്റെ സങ്കല്പങ്ങളുടെ ദിശ എന്നിലേക്കു തന്നെ തിരിക്കുന്നു. ഭൃഗുടി മധ്യത്തിൽ വിരാജമാനായ ഞാൻ ഒരു തിളങ്ങുന്ന സൂക്ഷ്മ നക്ഷത്രമാണ്. ഞാനൊരു ശുദ്ധ ചൈതന്യ ജ്യോതി ബിന്ദു ആത്മാവാണ്. ഞാൻ ആത്മാ ശുദ്ധമാണ്, നിർമ്മലമാണ്, പവിത്രമാണ്. ഈ പതിത ലോകത്തോട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ സദാ പാവനനായ ജ്യോതിർമയ ശിവബാബയോട് സർവസംബന്ധവും ചേർക്കുന്നു. ഞാൻ ഒരു ഗഹനമായ ശാന്തി, മധുരമായ സ്നേഹം അനുഭവം ചെയ്യുന്നു. എൻ്റെ എല്ലാ ചിന്തകളും ശാന്തമാകുന്നു, സ്വച്ഛമാകുന്നു. ഞാൻ മുഴുവൻ സൃഷ്ടിയുടെ ആദി, മധ്യ, അന്ത്യത്തെ ഓർക്കുന്നു. ബുദ്ധിയിൽ ഏണിപ്പടിയുടെ ചിത്രം തെളിഞ്ഞു വരുന്നു. വലിയ വലിയ പടവുകളുള്ള ഒരു പടിക്കെട്ടുപോലെയുള്ള ചിത്രം. ആത്മാവിൻ്റെ യാത്ര ഈ സിംബോളിക് ചിത്രത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു, മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നു. ഈ ഏണിപ്പടിയുടെ മുകളിലായി സ്വർഗം അഥവാ സത്യയുഗം ഞാൻ ദിവ്യ നേത്രത്തിലൂടെ കാണുന്നു. അവിടെ ഞാൻ ദേവതയായിരുന്നു. ശാന്തി, സമാധാനം, സ്നേഹം, ശക്തി ഇതെല്ലാം അവിടെ എൻ്റെ അലങ്കാരമായിരുന്നു. ഈ സ്വാഭാവികതയിൽ ഞാൻ ഗോൾഡൻ ഏജിൽ ജീവിക്കുകയായിരുന്നു. ദുഃഖമില്ല, ഭയമില്ല, സമ്പൂർണമായ സന്തോഷം മാത്രം. ഞാൻ മനസ്സും ബുദ്ധിയും കൊണ്ട് അറിയുന്നു. ആ പടവുകളിൽ ഞാൻ സാവധാനം താഴേക്കിറങ്ങി വരുന്നു. ത്രേതായുഗത്തിലെത്തി. ദ്വാപരയുഗത്തിലെത്തിയപ്പോൾ എൻ്റെ ശക്തികൾ കുറഞ്ഞു വരുന്നു. ആത്മാവിൻ്റെ പ്രകാശം മങ്ങിയതാകുന്നു. ദ്വാപരത്തിൽ ഞാൻ എൻ്റെ സത്യമായ സ്വരൂപം മറക്കുന്നു. ആത്മാഭിമാനം വിട്ട് ദേഹാഭിമാനത്തിലേക്ക് മാറുന്നു. ഇതാണ് എൻ്റെ താഴേക്കുള്ള യാത്രയുടെ തുടക്കം. ഇപ്പോൾ ഞാൻ കലിയുഗത്തിലാണ്. പടവിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം. ദുഃഖവും അശാന്തിയും എൻ്റെ കൂട്ടായിരിക്കുന്നു. സംബന്ധങ്ങളിൽ കലഹം, മനസ്സിൽ അശാന്തി. ഈ ഏണിപ്പടിയുടെ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യമാണ് താഴേക്ക് വന്ന ആത്മാവിന് വീണ്ടും മുകളിലേക്ക് കയറാനുള്ള അവസരമുണ്ട്. പരംപിത പരമാത്മാവ് എന്നെ വിളിക്കുന്നതായി ഞാൻ തിരിച്ചറിയുന്നു. ബാബ പറയുന്നു, മക്കളെ തിരിച്ചു വരൂ. ബാബയുടെ ജ്യോതിസ്വരൂപം, ശാന്തസ്വരൂപം എൻ്റെ മുന്നിൽ തെളിയുന്നു. ബാബയോട് ബുദ്ധിയോഗം വയ്ക്കുന്നു.
ബാബയുടെ സ്നേഹവും ശക്തിയും എന്നിലേക്ക് ഒഴുകുന്നു. ഞാൻ വീണ്ടും ശുദ്ധ ആത്മാവാകുന്നു, ലൈറ്റാകുന്നു. എല്ലാ ഭാരങ്ങളും എന്നിൽ നിന്നും ഒഴിവാകുന്നു. ഞാൻ പടവുകൾ മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നു. ഓരോ ചിന്തയും ശുദ്ധമാകുന്നു, ഓരോ പ്രവൃത്തിയും പവിത്രമാകുന്നു. ഞാൻ ശാന്തസ്വരൂപമാകുന്നു, സ്നേഹസ്വരൂപമാകുന്നു. ഞാനിപ്പോൾ മുകളിലെ പടവിലെത്തിയിരിക്കുന്നു. സമ്പൂർണ്ണ ശുദ്ധിയും സന്തോഷവും അനുഭവിക്കുന്നു. ഇതാണ് ഏണിപ്പടിയുടെ ചിത്രത്തിന്റെ രഹസ്യം. ഈ ശക്തി ഞാൻ ദിവസത്തിലേക്ക് എല്ലാ സംബന്ധങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും കൊണ്ടുപോകുന്നു. ആത്മബോധം നിലനിർത്തുന്നു. രാവണന്റെ നിർദ്ദേശങ്ങളിലൂടെ നടന്ന് ഗ്ലാനി ചെയ്തു ഭാരതം കക്കക്ക് തുല്യമായി ഞാൻ ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് ധനവാനാക്കുന്നു. ഏണിപ്പടിയുടെ ചിത്രത്തിന്റെ രഹസ്യം മനസ്സിലാക്കി മുന്നോട്ടു പോകുന്നു. അരകൽപ്പം ഭക്തിയുടെ നൃത്തമായിരുന്നു. അരകൽപ്പം ജ്ഞാനത്തിന്റെ നൃത്തമായി. ഭക്തിയുടെ നൃത്തം താഴ്ന്ന കലയിലേക്ക് കൊണ്ടുപോയി. വികാരിയും നരകവാസിയുമായ ഭാരതത്തിലേക്ക് ബാബ വന്ന് സ്വർഗവാസിയാക്കുന്നു. ഭാരതത്തിന്റെ പതനം സംഭവിക്കുമ്പോൾ ബാബ വരുന്നു. ദൈവിക സമ്പ്രദായത്തിന്റെ സ്ഥാപന നടക്കുന്നു. ബാബ സൃഷ്ടിയുടെ രചയിതാവാണ്. ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. പരിധിയില്ലാത്ത സമ്പത്തെടുക്കുന്നു. മുഖ്യമായ കാര്യം ബാബയെ ഓർമ്മിക്കുന്നതാണ്. ഗൃഹസ്ഥത്തിൽ കഴിഞ്ഞുകൊണ്ടും ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. ഏത് ജോലിയാണെങ്കിലും ബുദ്ധിയോഗം ബാബയോട് വയ്ക്കുന്നു. ബാബ പറയുന്നു, മന്മനാഭവ, മനസ്സുകൊണ്ട് ഓർമ്മിക്കൂ. ഞാൻ ദേഹസഹിതം ദേഹത്തിന്റെ സർവബന്ധങ്ങളും ഉപേക്ഷിച്ച് സ്വയത്തെ അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു. ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. ഞാൻ സമ്പൂർണ്ണ ഗുണവാനാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ആത്മാവിനെ സതോ പ്രധാനമാക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. സദാ അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭൂതി ചെയ്യുന്ന ഉറച്ചതും അഖണ്ഡവുമായ സ്വരാജ്യത്തിന്റെ അധികാരിയാകുന്നു. അങ്ങനെയുള്ള അവകാശി കുട്ടികളാണ് സമ്പൂർണ്ണ സമ്പത്തിന്റെ അധികാരി. അവർ തന്നെയാണ് ഭാവിയിലെ ദൃഢവും അഖണ്ഡവുമായ സ്വരാജ്യം പ്രാപ്തമാക്കുന്നത്. എവിടെ എന്റേതെന്ന ഭാവമുണ്ടോ അവിടെ ബുദ്ധിയുടെ അലച്ചിൽ ഉണ്ടാകുന്നു. ഓം ശാന്തി.